വിദ്യാർത്ഥികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് രണ്ടാം സെമസ്റ്റർ പരീക്ഷകളുടെ വാല്യുവേഷൻ കഴിഞ്ഞോ, റിസൾട്ട് എന്ന് വരുമെന്നാണ് പല വിദ്യാർത്ഥികളും ഈയിടെയായിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്ന വേറൊരു കാര്യം. രണ്ടാം സെമസ്റ്റർ പരീക്ഷകളുടെ വാല്യുവേഷൻ കഴിഞ്ഞ തിങ്കളാഴ്ച, അതായത് ജൂലൈ മാസം 6 മുതൽ 10 തീയതി വരെയായിരുന്നു ഒരുവിധം എല്ലാ എക്സാമിനേഷൻ വാല്യുവേഷൻ സെൻറ്ററിലും കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ റിസൾട്ട് എന്ന് വരുമെന്ന് ചോദിക്കുകയാണെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി 3rd വീക്ക് ഓഫ് ജൂലൈ നമുക്ക് അപ്പോൾ വരുമെന്നാണ് ഏകദേശ ധാരണ. സാധാരണയായി നമ്മൾ കണ്ടുവരുന്ന ഒരു ട്രാക്ക് റെക്കോർഡ് അനുസരിച്ച്, പ്രത്യേകിച്ച് ബാർകോഡ് അനുസരിച്ചിട്ടുള്ള പരീക്ഷകളാണെങ്കിൽ പരീക്ഷകളുടെ വാല്യുവേഷൻ എന്നാണ് കഴിയുന്നത്, അതിനുശേഷം 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ റിസൾട്ടുകൾ വന്ന് തുടങ്ങാറുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 4ാം സെമസ്റ്റർ പരീക്ഷകളുടെ റിസൾട്ട് വന്ന് തുടങ്ങിയിരുന്നു. പ്രത്യേകിച്ച് 3 വർഷ ഡിഗ്രി UG വിദ്യാർത്ഥികളുടെ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകൾ. ഒരു കാര്യം വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, 2 ആഴ്ചയ്ക്ക് ശേഷം എന്തായാലും റിസൾട്ടുകൾ വന്നു തുടങ്ങും. ഒറ്റയടിക്ക് 2ാം സെമസ്റ്റർ പരീക്ഷകളുടെ റിസൾട്ട് എല്ലാ പ്രോഗ്രാമിൻ്റെയും ഒരുമിച്ച് വരാറില്ല. സാധാരണ എല്ലാ പ്രോഗ്രാമുകളുടെയും റിസൾട്ടുകൾ ഒരുമിച്ച് വരാറുള്ളത് 6ാം സെമസ്റ്ററിൻ്റെ മാത്രമാണ്. സോ ചിലപ്പോൾ 2ാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകളുടെ റിസൾട്ട് വന്നതിന് ശേഷമായിരിക്കും 2ാം സെമസ്റ്റർ 4 ഇയർ UG പ്രോഗ്രാമിൻ്റെ റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകളുടെ റിസൾട്ട് വരിക. സോ സ്റ്റേ ട്യൂൺ ഫോർ ഫർദർ അപ്ഡേറ്റ്സ്. പിന്നെ വാല്യുവേഷൻ എങ്ങനെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ കീയും നിങ്ങളുടെ ആൻസറും ഒത്തുനോക്കി ഓക്കെ ആണെങ്കിൽ, നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി എഴുതിയിട്ടുണ്ടെങ്കിൽ ടീച്ചേഴ്സും നല്ല രീതിയിൽ തന്നെ മാർക്കുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലിബറൽ ആണോ ചോദിക്കുകയാണെങ്കിൽ മീഡിയോക്കർ റേഞ്ചിലാണ് നമ്മൾ പോയിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സോ സ്റ്റേ ട്യൂൺ ഫോർ ഫർദർ അപ്ഡേറ്റ്സ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.